ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ആഗസ്റ്റ് 9 വെള്ളിയാഴ്ച ഏകദേശം 6ഓളം മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഈ 6 സിനിമകളിൽ ഏകദേശം 3 സിനിമകളുടെ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 3 സിനിമകളിൽ ആസിഫ് അലി നായകനായി നഹാസ് നാസർ സംവിധാനം ചെയ്ത അഡിയോസ് അമീഗോ എന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ചിത്രം. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, അനഘ, അൽതാഫ് സലിം എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. വളരെ മികച്ച അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. തലവൻ എന്ന സൂപ്പർ ഹിറ്റ് വിജയ ചിത്രത്തിന് ശേഷം ആസിഫ് അലിയുടേതായി തിയേറ്ററിലെത്തിയ ലെവൽ ക്രോസ് എന്ന സിനിമ അതായത് ജൂലൈ 26 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി ആ സിനിമ പരാജയമായിരുന്നു. തുടർന്ന് ഈ ആഴ്ച തിയേറ്ററിലെത്തിയ അഡിയോസ് അമീഗോ എന്ന ഈ സിനിമ നിലവിൽ ലെവൽ ക്രോസിനേക്കാൾ കൂടുതൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തതോടെ ചിത്രത്തിന് കൂടുതൽ ബുക്കിംഗും ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം 45 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ കളക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത ഏകദേശം 90 ലക്ഷത്തിന് മുകളിലുമാണ്. ഏകദേശം 6 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ നിലവിൽ വളരെ മികച്ച തുടക്കമാണ് ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ തിയേറ്ററിലെത്തിയ മറ്റൊരു സുപ്രധാന സിനിമ സൂപ്പർ സിന്ദഗിയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് ഈ ചിത്രത്തിലെ നായകൻ. ഒപ്പം മുകേഷ്, സുരേഷ് കൃഷ്ണ എന്നിവരും തകർത്ത്, അതായത് നല്ല കോമഡിയുള്ള സിനിമയായിട്ടാണ് ഈ പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത്. സമീപകാലത്ത് തിയേറ്ററിലെത്തിയ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ എന്ന അഭിപ്രായമാണ് സൂപ്പർ സിന്ദഗി ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. നവാഗതനായ വിൻറ്റേഷാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഏകദേശം 5 കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. സിനിമ ആദ്യ ദിവസം 15 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നലെ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമ ചെക്ക്മേറ്റ് ആണ്. രതീഷ് ശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനൂപ് മേനോനാണ് നായകൻ. ഈ സിനിമയുടെ ഭൂരിഭാഗം ചിത്രീകരണവും അമേരിക്കയിലാണ് പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഏകദേശം 10 കോടിക്ക് മുകളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ലാല്, രേഖ ഹരീന്ദ്രൻ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. സംവിധായകൻ രതീഷ് ശേഖർ തന്നെയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മികച്ച ക്യാമറ വർക്ക്, മികച്ച എഡിറ്റിംഗ് അത് എടുത്തു പറയേണ്ടതാണ്. ഇതും സംവിധായകൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഇതിന്റെ സംഗീതം അതും സംവിധായകൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും മികച്ച ഒരു ത്രില്ലർ സിനിമ എന്ന് പൊതുവെ ഈ സിനിമ അഭിപ്രായം നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ സംബന്ധമായ വിവരം ലഭ്യമായിട്ടില്ല. അതേസമയം ജൂലൈ 26 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന രായൻ എന്ന ധനുഷ് ചിത്രത്തിലേക്ക് വന്നാൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 145 കോടിയോളം രൂപ നേടിയെടുത്തിരിക്കുകയാണ്. ഇതിൽ ഏകദേശം 73 കോടിയോളം രൂപ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ്. കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഏകദേശം 5.5 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുമുണ്ട്. ഈ സിനിമയുടെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരുന്നത് ഗോകുല മൂവീസ് ആണ്. ഗോകുല മൂവീസിന് മികച്ച ലാഭം ഈ സിനിമ നേടിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം 1.5 കോടിയോളം രൂപ മാത്രമാണ് ഇതിന്റെ തിയേറ്റർ റൈറ്റ്സ്. ധനുഷിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് രായൻ. അതോടൊപ്പം തന്നെ 3ാമത്തെ 100 കോടി ചിത്രം കൂടിയാണ് രായൻ. അപ്പോൾ രായൻ എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മിക്കവാറും എല്ലാവരും നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നതാണ്. അതേസമയം അഡിയോസ് അമീഗോ, സൂപ്പർ സിന്ദഗി, ചെക്ക്മേറ്റ് എന്നിങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ 3 സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.